എ വി ടൈൽസ് ആൻഡ് സാനിറ്ററിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഫോക്കസ് സെറാകെം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കൺസ്ട്രക്ഷൻ കെമിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയിലാണ്. ഈ കമ്പനിക്ക് ഏകദേശം 8 സെഗ്മെന്റ് ആയിട്ട് 450 കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ട്. പ്രൊജക്ട്സിനെല്ലാം വാട്ടർ പ്രൂഫിങ്ങും അതേപോലെ ടൈൽ അദസീവും അതുപോലെ പല കെമിക്കൽ കൺസ്ട്രക്ഷൻസും സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഏരിയ മാനേജർ മിസ്റ്റർ അഖിൽ രാജ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. ഈ 8 സെഗ്മെന്റ് എന്ന് പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് ആണ് വാട്ടർ പ്രൂഫിംഗ്. ഇവർക്കുള്ള പ്രധാനപ്പെട്ട 2 വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയലിനെ കുറിച്ചായിരിക്കും ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. നമുക്ക് കണ്ടു നോക്കാം. ഹലോ അഖിൽ, വെൽക്കം ടു അവർ ചാനൽ. ആദ്യമായിട്ടാണ് അഖിൽ നമ്മുടെ ചാനലിൽ വരുന്നത്. അഖിൽ ഞാൻ പറഞ്ഞ കണക്ക് സെറാകെം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൊല്ലം ഏരിയ മാനേജറാണ്. സെറാകെം പ്രൊഡക്ട്സിൽ ഇന്ന് നമ്മളിവിടെ കാണിച്ചേക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട 2 വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയലാണ്. ഇതിൽ ആദ്യത്തെ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ സെറാലാസ്റ്റിക് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരുപാട് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. സെറാലാസ്റ്റിക്കിനെ കുറിച്ച് ആദ്യം അഖിലിന്റെ അടുത്ത് ചോദിക്കാം. അഖിൽ, എന്താണ് സെറാലാസ്റ്റിക്കിന്റെ പ്രത്യേകത? ഒരു സെറാലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു 2K എലാസ്റ്റോമറിക് സിമെന്റീഷ്യസ് വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് ആണ്. ഇതിനകത്ത് ലാറ്റക്സും ഉണ്ട്, സിമന്റും ഉണ്ട്. SPR ലാറ്റക്സ് ആയിട്ട് ഒരു ലിക്വിഡും വരുന്നുണ്ട്, പോളിമർ ബേസ്ഡ് ഒരു പൗഡറും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു വീട് വെക്കുമ്പോൾ നമുക്കിപ്പം ഒരു വീട് വെച്ച് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് പലയിടത്തും ഡാമിനസ് ഇഷ്യൂ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും ഒരു ബാത്റൂമിന്റെ ഓപ്പോസിറ്റ് ഭിത്തിയിൽ എപ്പോഴും ഒരു ഡാംനസ് ഇഷ്യൂ കാണാറുണ്ട്. അത് പിന്നെ അത് വെള്ളം ഈർപ്പം പിടിച്ച് കട്ടയിൽ പല പല ഭാഗത്തോട്ട് സ്പ്രെഡ് ആയി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ട് നമ്മൾ ടൈൽ ഫിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകും. പക്ഷേ വാട്ടർ പ്രൂഫിംഗ് ഏറ്റവും RCCയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെ PCCയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലെയർ ആണ്. പക്ഷെ അതിന്റെ പുറത്ത് ചാന്തുണ്ട്, അതിന്റെ പുറത്ത് ടൈൽ അദസീവോ ഗ്രൗട്ടോ ഉണ്ട്, പിന്നെ അതിന്റെ പുറത്ത് ടൈലുണ്ട്, ഇപ്പോക്സി ഉണ്ട്. അപ്പം അത് എത്ര ഇമ്പോർട്ടന്റ് ആണ്, അത് നന്നായിട്ട് ചെയ്യണമെന്നുള്ളത്. അതെ, നമ്മളിപ്പോ ഒരു വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നത് ഫ്ലോർ മാത്രമല്ല, ഒരു 2 അടി പൊക്കത്തിൽ വാളിലൂടെ കയറ്റി ആ ഒരു ഇതിലാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് നമ്മൾ ടൈല് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആണ്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഡാംനസ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവും. എല്ലാവരും ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പേസറിനകത്ത് ഇപ്പോക്സിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ 1 mm 2 mm ഒക്കെ ഇപ്പൊ ഇപ്പോക്സി ഇടുന്നുണ്ട്. അത് ശരിയാണ്, തെറ്റായിട്ടുള്ളൊരു ഇതാണ്. അതായത് ഒരു മിനിമം ഒരു 3 mm to 5 mm ഡെപ്തിലെങ്കിലും അപ്പോക്സി ചെയ്തിരിക്കണം. ബാത്റൂമിൽ 5 mm അത്രയും ഡെപ്തിലെങ്കിലും അപ്പോക്സി ചെയ്തിരിക്കണം. പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് ഗമ്മില് ടൈൽ ഒട്ടിച്ച് അപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, പെർഫെക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ്. അതായത് 3 to 5 mm എന്ന് പറഞ്ഞത് സ്പേസർ അല്ല. സ്പേസർ 3 mm ഉപയോഗിച്ചാൽ മതി. പക്ഷേ അതിന്റെ ആഴം, അതായത് ആദ്യം ഫസ്റ്റ് ഗ്രൗട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോക്സി തന്നെ ഒരു 3 to 5 mm ആഴത്തിൽ ചെല്ലണം. ഇപ്പം കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും ഇത് വെറും 1 to 2 mm വരെ ചെയ്ത് മാറുന്നുണ്ട്. അത് മതി, അതിന്റെ ആവശ്യമുള്ളതെന്ന് പറയും. പക്ഷെ അത് പോരാ, 3 to 5 mm ഡെപ്തിന് എപ്പോക്സി ആ ജോയിന്റ്സിനകത്ത് ഇറങ്ങണം. വീതി എത്ര ആയാലും കുഴപ്പമില്ല. അതാണ് ഇപ്പം അഖിൽ പറഞ്ഞത്. അപ്പം ഈ ഇതിന്റെ ആപ്ലിക്കേഷൻ രീതിയൊക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ ഇതിപ്പം റെഡി ടു യൂസ് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഒരു 2 പാക്കറ്റ് പൗഡറും അതേ കണക്ക് 2 പാക്കറ്റ് ലിക്വിഡും വരുന്നുണ്ട്. അതിൽ നിന്ന് ഇപ്പം നമുക്കൊരു 7 കിലോയുടെ ബക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു 40 to 45 സ്ക്വയർ ഫീറ്റ് 2 കോട്ടിന് കവറേജ് കിട്ടും. നമുക്ക് 45 സ്ക്വയർ ഫീറ്റോളം 2 കോട്ടിന് നമുക്ക് കവറേജ് കിട്ടും ഈ ഒരു 7 കിലോ ബക്കറ്റിൽ. ആദ്യത്തെ ഒരു പൗഡർ ലിക്വിഡ് എടുക്കുക, മിക്സ് ചെയ്യുക, 5 മിനിറ്റ് വെക്കുക, എന്നിട്ട് കോട്ട് ചെയ്യുക. എന്നിട്ട് അത് ഒരു 8 hours ശേഷം രണ്ടാമത്തെ കോട്ടിങ്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ, അങ്ങനെ 2 ടൈപ്പിൽ കോട്ടിങ് കൊടുക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ഇപ്പൊ കണ്ടുവരുന്ന വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോൾ വാള് ഫുള്ളായിട്ട് കയറ്റി അടിച്ച് വെക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു 2 അടി പൊക്കത്തിൽ മാത്രമേ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാവൂ. കാരണം നമ്മൾ വാട്ടർ പ്രൂഫിംഗ് 50 വരെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈൽ പിടിക്കുന്ന വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ടിന്റെ മേളിലാണ്. നാളെ ഇത് പൊളിഞ്ഞു വരും, കുറച്ച് ദിവസത്തിനകത്ത് പൊളിഞ്ഞു വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫ്ലോറും കുറഞ്ഞ ഒരു 3 എപ്പിസോഡിലെങ്കിലും ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോൾ ഒരിക്കലും 2 അടിക്ക് മേളിലോട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ പാടില്ല. അതിപ്പോ ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ കെമിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഏരിയ മാനേജറിന്റെ വായനും നിങ്ങൾ കേട്ടു. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. 2 അടിക്ക് മേളിലോട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്യരുത്. അത് പൈസയുടെയും ലോസ് ആണ്, നമ്മുടെ എഫേർട്ടിന്റെയും ലോസ് ആണ്, ഗുണം ചെയ്യത്തുമില്ല. അപ്പൊ അതാണ് എപ്പോഴും ഈർപ്പം ഭിത്തിയിലോട്ട് പിടിക്കുന്നത്. ഈ വെള്ളം താഴെ ഫ്ലോറിൽ വീഴുന്ന വെള്ളം ജോയിന്റ്സിലൂടെയാണ് ഏറ്റവും കൂടുതൽ കട്ടയിലോട്ട് അബ്സോർവ് ചെയ്ത് പോകുന്നത്. അതിപ്പം 2 അടി പൊക്കം തന്നെ ധാരാളമാണ്, അതിനകത്ത് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് അടിച്ച് അതേ ദിവസം ടൈൽ ഒട്ടിക്കാൻ പറ്റുമോ അതോ അടുത്ത ദിവസമാണോ? അടുത്ത ദിവസം. അതായത് ഇന്ന് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ വോള് അടിക്കണം ആദ്യം. കാരണം ആദ്യം വോൾ ടൈൽ ആയിരിക്കും ഒട്ടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്ലോർ ചെയ്യുന്നതിന്റെ തലേ ദിവസം ഇത് അടിച്ചിട്ടിട്ട് വേണം പിറ്റേ ദിവസം ഫ്ലോർ ചെയ്യാൻ. ഒരേ ദിവസം വോളും ഫ്ലോറും ചെയ്ത് കഴിഞ്ഞാൽ വോൾ ഒട്ടിക്കുന്ന സമയത്ത് ഈ ഫ്ലോറിന്റെ പുറത്തൂടെ നടന്ന് ചട്ടിയും കരണ്ടിയും എല്ലാം കൂടെ നീക്കി കഴിയുമ്പോൾ ഈ ഫിലിം ചിലപ്പോൾ പഞ്ചറായി പോകാൻ ചാൻസ്, സ്ക്രാച്ചസ് വീഴാൻ പാടില്ലെന്ന് കമ്പനി
എന്ന് പറയുന്നു. അപ്പൊ അത് ഒഴിവാക്കാൻ ഇത് 2 തട്ടായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. വാൾ ആദ്യം ചെയ്യണം, ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഫ്ലോർ ചെയ്യുന്നതിന്റെ തലേന്നാണ് ഫ്ലോർ ഇത് ചെയ്യുക. അപ്പം അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. ഐ തിങ്ക് പ്രൈസ് വൈസും ഇത് വളരെ കോമ്പറ്റീറ്റീവ്ലി പ്രൈസ്ഡ് ആണ്, വളരെ യൂസ്ഫുൾ ഒരു പ്രൊഡക്റ്റ് ആണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. 3.5 കിലോയിലും 7 കിലോയിലും 24 കിലോയിലും അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്കിത് വലിയ ബോക്സ് 7 കിലോയുടെ പാക്കും 3.5 കിലോയുടെ പാക്കുമായിട്ടും 2 പാക്കിലാണ് കിട്ടുന്നത്. ചെറിയ ഏരിയ ഉള്ളെങ്കിൽ നമുക്ക് ചെറിയ ബക്കറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ മറ്റ് പല കമ്പനീസിലും ഇപ്പോൾ റോഫിന് ഇതിന്റെ ഐഡന്റിക്കൽ പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷേ റോഫിന് നമുക്ക് സൈസിന്റെ ഫ്ലെക്സിബിലിറ്റി ഇല്ല. നമ്മൾ 9 കിലോയുടെ ബക്കറ്റ് തന്നെ എടുക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് നമുക്ക് സൈസിന്റെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ബാത്റൂം അല്ല, നമുക്ക് വേറെ ടെറസോ അല്ലെങ്കിൽ ഷെയ്ഡോ എവിടെ വാട്ടർ പ്രൂഫിംഗിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബക്കറ്റും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ ഇപ്പൊ കാണുന്നുണ്ട്. കളറും വളരെ വ്യത്യസ്തമാണ്. സെറ അക്വാഫിക്സ് എന്നാണ് ഇതിന്റെ പേര്. അതായത് ഇപ്പൊ വാട്ടർ പ്രൂഫിംഗ് കമ്പൽസറി ആയിട്ട് വന്ന് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആവുന്നുള്ളൂ. ഇതിപ്പോ നമുക്ക് പഴയ വീടുകളിൽ ചെയ്തിട്ട് നമുക്ക് ഈർപ്പം വരുന്നു, അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അവർക്ക് അത് മാറ്റണമെങ്കിൽ ഒന്നെങ്കിൽ ടൈല് പൊളിച്ചിട്ട് വേണം ചെയ്യാൻ. അത് കുറച്ചുകൂടി എക്സ്പെൻസീവ്. അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയ വീടിനെ ടൈൽ ഒന്നും ഇളക്കാതെ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ നടക്കുന്നത്? അതിപ്പോ ചെയ്യാന്ന് വെച്ചാൽ ഒരു 2 days ആ ഒരു ടോയ്ലറ്റ് അല്ല ഒരു ബാത്റൂം നമ്മൾ ഡ്രൈ ആക്കി ഇടുക, ഉപയോഗിക്കാതെ ഇടുക. അതിനുശേഷം അതിന്റെ ജോയിന്റ്സ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക, പിന്നെ വേസ്റ്റ് പോകുന്നത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ എക്കോഫിക് CG എന്ന് പറഞ്ഞ ഇതൊരു നാനോ ഗ്രാവിറ്റി വാട്ടർ പ്രൂഫറാണ്. ഈ ഒരു ലിക്വിഡ് നമ്മൾ അത് ഒഴിച്ചിടുക, ഒരു 24 hours ഒഴിച്ചിടുക. അപ്പൊ ഇത് താഴോട്ട് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് എവിടെ ഗ്യാപ്പ് ഉണ്ടോ അത് ക്ലോസ്ഡ് ആവും. 24 മണിക്കൂറിന് ശേഷം ജോയിന്റ് നമുക്ക് ഒന്നെങ്കിൽ അപ്പോക്സ് ചെയ്യാം, അല്ലെങ്കിൽ ജോയിന്റ് ഫില്ലറിൽ അഡ്മിക്സ് യൂസ് ചെയ്ത് അത് വീണ്ടും ഫില്ല് ചെയ്യാം. പക്ഷേ ഇത് ഫ്ലോറിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ, ഫ്ലോർ മതി. ഫ്ലോറിലാണ് ഈ പറഞ്ഞ ലീക്കേജ് ഉണ്ടാവുന്നത്. ശരി. ഇപ്പൊ ഞാൻ ഇത് മനസ്സിലാക്കുന്ന വെച്ചാൽ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഴയ ബാത്റൂം നമുക്ക് ടൈൽ ഇളക്കാൻ താല്പര്യമില്ല. പക്ഷെ നമുക്കറിയാം ഈ ടൈൽസിന്റെ ഇടയിൽ കൂടെ വെള്ളം താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനെ തടയാൻ ടൈൽസ് ഇളക്കാതെ ചെയ്യാനുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് ആണ് ഇത്. അപ്പം അഖിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ആദ്യം ട്രെയിനറൊക്കെ ഒന്ന് സീൽ ചെയ്തിട്ട് ഇതിനെ ഫുൾ ഫ്ലോറിൽ ഇതങ്ങ് ഒഴിച്ചങ്ങ് വിടും. ഒഴിച്ചു വിട്ട് ഒരു ദിവസം 24 hours അത് അവിടെ ആ ബാത്റൂമിനകത്ത് ഇടും. പക്ഷെ ആ ബാത്റൂം 2 ദിവസം ഉപയോഗിക്കാതിരിക്കണം. അതിന്റെ സർഫേസിൽ വെള്ളം ഒന്നും കാണരുത്. എന്നിട്ട് ക്ലീൻ ചെയ്ത് ട്രെയിനർ ക്ലോസ് ചെയ്തിട്ട് ഇത് കലക്കി ആ ഫുൾ ഫ്ലോറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വിതിൻ 24 hours ആ ടൈലിന്റെ ജോയിന്റ്സിന്റെ ഇടയിൽ കൂടെ എവിടുന്നാണോ വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്നത് അതേ ജോയിന്റ്സിൽ ഈ പ്രൊഡക്റ്റ് താഴോട്ട് ഇറങ്ങിയിട്ട് RCC-ലോ PCC-ലോ പ്ലാസ്റ്ററിലോ ഇത് ചെന്ന് മുട്ടി നിൽക്കും. എന്നിട്ട് ഇത് അവിടെ സെറ്റ് ആവും. എന്നിട്ട് ഈ 24 hours കഴിഞ്ഞ് തറയുടെ പുറത്തുനിന്ന് ഈ പ്രൊഡക്റ്റ് ഇനി വടിച്ചെടുക്കാം. ഫുൾ ടൈലിനകത്ത് ഇത് ഒട്ടത്തില്ല. ഇത് ഇനി വടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ആ ജോയിന്റ്സ് വീണ്ടും പുതിയ അപ്പോക്സി ഇട്ടോ അല്ലെങ്കിൽ ജോയിന്റ് ഫില്ലർ ആഡ്മിക്സ് ചേർത്ത് ലാറ്റക്സ് ചേർത്ത് സാധാ ജോയിന്റ് ഫില്ലർ ഇട്ട് സീൽ ചെയ്യാം. അപ്പം ഇതിന്റെ ഇടയിൽ കൂടെ മോട്ടോർ വെച്ച് ഗ്രൈൻഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അപ്പോക്സി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 mm ഡെപ്തിൽ കട്ട് ചെയ്തിട്ട് അപ്പോക്സി ചെയ്യാൻ. ജോയിന്റ് ഫില്ലർ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പം അപ്പോക്സി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗ്രൈൻഡർ ഓടിച്ച് പഴയ ജോയിന്റ്സ് ചേർത്ത് വെച്ചേക്കുന്ന ടൈലിനകത്ത് ഗ്യാപ്പ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ കമ്പനി പറയുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്യാം. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ പുതിയ എപ്പോക്സി വെച്ച് അത് ആ ജോയിന്റ്സ് ഫില്ല് ചെയ്ത വാട്ടർ പ്രൂഫിംഗ് ആവും. അത് വളരെ കൺവീനിയന്റ് ആണ്. കാരണം ഒരു ബാത്റൂം പൊളിച്ച് പണിയാൻ ഒരു 20,000 to 25,000 rupees എക്സ്പെൻസ് ആണ്. പിന്നെ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് അൺഇമാജിനബിൾ ആണ്. അനുഭവിച്ചവർക്ക് അത് അറിയാം. അങ്ങനെ 40 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബാത്റൂമിന് ഏകദേശം ഒരു 10 ലിറ്റർ മതിയോ? 40 സ്ക്വയർ ഫീറ്റ് ബാത്റൂമിന് 10 ലിറ്ററിന്റെ ഇതിപ്പോ എത്ര ലിറ്റർ ആയി? 5 ലിറ്ററിന്റെ 5 ലിറ്റർ. അപ്പൊ ഇതുപോലത്തെ 2 ബക്കറ്റ് ഉണ്ടെങ്കിൽ 40 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബാത്റൂം നമുക്ക് കൺവീനിയന്റ് ആയിട്ട് നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാം. അതായത് ആദ്യം വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ വിട്ടുപോയെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് മുമ്പ് ചെയ്ത് 10, 15, 20 വർഷം മുമ്പ് ചെയ്ത ബാത്റൂമും നമുക്ക് ഇത് വെച്ച് വളരെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് സീൽ ചെയ്യാൻ പറ്റും. അപ്പം ഇനിയും ഇതുപോലത്തെ വാട്ടർ പ്രൂഫിംഗിനകത്ത് ഇതല്ലാതെ ഇൻഡസ്ട്രിയൽ ലെവലിൽ വേറെ പ്രൊജക്ട്സിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കിപ്പം റൂഫ് ടോപ്പിൽ ചെയ്യുന്ന അക്രിലിക് ബേസ്ഡ് ആയിട്ട് കോട്ടിംഗ് വരുന്നുണ്ട്, PU ബേസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോലാസ്റ്റിക് സീരീസ് വരുന്നുണ്ട്. ഓക്കെ. അതെ, അതിപ്പോ ചെയ്യണമെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയും പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മള് റീറ്റെയിൽ കടയാണ്, നമ്മൾ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഓറിയന്റഡ് ഉള്ള പ്രൊഡക്ട്സ് നമ്മൾ എൻ്റർ ചെയ്യാം. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബന്ധപ്പെടാം. പിന്നെ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്. RCC-ക്കകത്തുനിന്ന് വേസ്റ്റ് പൈപ്പിന് വേണ്ടിയിട്ട് ഹോൾ ഇടുമ്പോൾ ആ ഹോളിന് ചുറ്റും ഒരു കെമിക്കൽ ഉണ്ട്, ബോർ പാക്ക്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മള് RCC ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എസ്ട്രാപ്പ് വെക്കണം. പക്ഷെ നമ്മുടെ തറ നമ്മൾ ലെവലിലാ ചെയ്തെങ്കിൽ, അതായത് ബാത്റൂം താഴ്ത്തി അല്ല RCC ചെയ്ത് സെയിം ലെവലാ, ബെഡ്റൂമും ബാത്റൂമും ഒരേ ലെവലാ. പക്ഷെ ആ ബാത്റൂമിൽ എസ്ട്രാപ്പ് വെക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഡ്രില്ല് ചെയ്യണം. അതായത് ഈ RCC-ക്കകത്ത് നമ്മൾ ഒരു ഹോള് 4 ഇഞ്ചിന്റെ ഡ്രില്ല് ചെയ്ത് ഇടണം. അപ്പം അതിനകത്ത് ക്ലോസറ്റിന്റെ പൈപ്പ് ഇറങ്ങുമ്പോൾ അതിന് ചുറ്റും ഒരു വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. അതിനാണ് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുകയാണ്
ചെയ്യുന്നത്. കോൺക്രീറ്റിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റ് ആകുമ്പോൾ ഒന്ന് ചുരുങ്ങും. ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. അപ്പൊ അതുവഴി ലീക്കേജിനുള്ള ചാൻസ് പിന്നെ വളരെ അതിന്റെ പേര് എന്തുവാ? നമുക്ക് ബോർ പാക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വരുന്നുണ്ട്. പക്ഷെ അത് സെറാകെം പ്രൈവറ്റ് ലിമിറ്റഡ് അവൈലബിൾ ആണ്. ബോർ പാക്ക് അവൈലബിൾ ആണ്. ആദ്യം ഇത് ചെയ്യുന്ന വെച്ചാൽ ഈ ഗ്യാപ്പിൽ ബോണ്ടി സെറാ ബോണ്ടി EP എന്ന് പറഞ്ഞൊരു അപ്പോക്സി കോട്ടിംഗ് വരുന്നത്. ഈ കോട്ടിംഗ് കൊടുക്കുക. കോട്ടിംഗ് കൊടുത്തതിന് ശേഷം ഈ ബോർ പാക്ക് വാട്ടർ മിക്സ് ചെയ്ത് അതിനകത്ത് വാട്ടർ പ്രൂഫിംഗിന്റെ ഏറ്റവും വലിയ ആർക്കും അറിയാത്തവരെ പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന അവർക്ക് അറിയാം ഈ പ്രൊഡക്റ്റ്. പക്ഷെ റെസിഡൻഷ്യൽ ലെവലിൽ ഇതിന് വലിയ അറിവില്ല, ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഇത് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നു. സെറാകെം പ്രൈവറ്റ് ലിമിറ്റഡിൽ ബോർ പാക്സ് അവൈലബിൾ ആണ്. വളരെ ഉപയോഗമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങളുടെ ബാത്റൂമും ബെഡ്റൂമും ഒരേ ലെവലാണ്, നിങ്ങൾ എക്സ്ട്രാപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പം ബന്ധപ്പെടുക ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അഖിൽ, വിലപ്പെട്ട സമയം ഞങ്ങളുടെ ചെലവഴിച്ചതിന് വളരെ നന്ദി. ഇനി ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതിന്റെ മറ്റ് ഇപ്പോക്സിയും അദേസീവും നമ്മൾ കൂടുതൽ ഡെപ്തിലേക്ക് പോവാം. താങ്ക്സ് ഫോർ. അപ്പം ഇപ്പൊ നമ്മൾ കേട്ടത് വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ചാണ്. അത് ഡൊമസ്റ്റിക് ലെവലിൽ നമുക്ക് ഒരു വാട്ടർ പ്രൂഫിങ്ങിന് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു തന്നു. ബോർ പാക്ക് ആയിരുന്നു അതിന്റെ ഹൈലൈറ്റ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ അഖിലുമായിട്ട് ഇനിയും ചർച്ച തുടരും. നമ്മൾ അടുത്ത എപ്പിസോഡിൽ അദേസീവും പിന്നെ അതേപോലെ ഇപ്പോക്സിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പാർട്ട് റീറ്റെയിൽ ലെവലിൽ നമ്മൾ ചെയ്യുന്നത്, അതും കൂടെ നമ്മൾ സംസാരിക്കും. കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതിന് ഒന്നെങ്കിൽ കമന്റ് ആയിട്ട് തന്നെ ഞങ്ങൾ മറുപടി തരും, അല്ലെങ്കിൽ നല്ലൊരു ചോദ്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ പുറത്തൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.